ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഉഴുന്നുപരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഞാനിവിടെ 1 കപ്പ് ഉഴുന്നുപരിപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറമെ നല്ല പൊടിയൊക്കെ കാണും. അപ്പോൾ ഇതാ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്ത് അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം ഇതൊരു തുണിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ വെള്ളപ്പറ്റ് മാറ്റിയെടുക്കാനാണ് ഇതുപോലെ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്താലും മതിയാകും. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉഴുന്ന് പരിപ്പ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകും. ആ ഒരു സമയം വരെയാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം 10-12 മിനിറ്റ് എടുക്കും ഈ ഒരു നിറത്തിലായി കിട്ടാൻ. ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലക്കടലയോ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടുകടലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകും. ആ ഒരു സമയം വരെ മാത്രം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ 1/2 കപ്പ് ബദാമും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ബദാം ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരും. ആ ഒരു സമയം വരെ മാത്രം വറുത്തെടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ പാത്രത്തിൽ നെയ്യൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തതോ അഥവാ കറുത്തതോ ആയിട്ടുള്ള എള്ള് ഉപയോഗിക്കാവുന്നതാണ്. എള്ളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് പൊട്ടിയൊക്കെ വരും. ആ ഒരു സമയം വരെ മാത്രം വറുത്തെടുത്താൽ മതി. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പിൻ്റെ ചൂടൊക്കെ നല്ലപോലെ ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം മിനുസത്തിൽ തന്നെ പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പാനിലേക്ക് മധുരത്തിന് പാകത്തിന് 2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയുടെ അളവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ശർക്കര പാനിയാക്കിയെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വന്ന് ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. നൂൽപ്പരുവൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പും അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പിന് പകരം ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചും ഈ ഒരു സെയിം പലഹാരം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് മിക്സിങ് ചെയ്തിരിക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ കട്ടിയായിട്ട് വരും. ഏകദേശം 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വരുന്ന ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് വീണ്ടും കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഏലക്കയും പഞ്ചസാരയും ഒന്നിച്ച് പൊടിച്ചെടുത്തതാണ് ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഏലക്ക മാത്രമാണെങ്കിൽ 1/2 ടീസ്പൂണോളൊക്കെ മതിയാകും. നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ ഇത് നന്നായിട്ട് റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ ഒരു പാകത്തിനായി കിട്ടും. ഇതുപോലെ ആയി വന്നതിന് ശേഷം നമുക്കിത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇന്ന് ബട്ടർ പേപ്പറിലേക്കാണ് ഇത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നിരത്തിയെടുത്ത് ചൂടൊന്നൊരൽപ്പം ആറാൻ വേണ്ടി വയ്ക്കാം. ചൂടൊരൽപ്പം ആറി വന്നതിന് ശേഷം ആ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്തെടുത്തോളൂ. നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ടൈറ്റായിട്ട് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി വന്നതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് 1 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം.
ഇതിപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഏകദേശം 1 മണിക്കൂറോളം ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാനും പറ്റും. നോക്കൂ, നല്ല ടെക്സ്ചറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുപരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ബർഫിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും അതുപോലെ തന്നെ എള്ളും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. നല്ലൊരു ചൂയി കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബർഫി ഇരിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൊട്ടിച്ച് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്യാം. 10 മുതൽ 14 ദിവസത്തോളം കേടാകാതെ ഇരുന്നോളും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.